ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇതിനോടകം ഉത്തമ ഭാര്യ എത്ര വിശിഷ്ടം എന്നത് ധ്യാനിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ഭാര്യയുടെ രൂപം കെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ദൈവവചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമാണ്, ഭാര്യമാർ കരടിയെപ്പോലെ ആകരുത്. നമുക്കൊരു വചനം എടുക്കുമ്പോൾ അത് മനസ്സിലാകും. പ്രഭാഷകൻ്റെ പുസ്തകം 25:17 വചനവും 26:7 വചനവും ചേർത്ത് വെച്ചാൽ വലിയ ഒരു സന്ദേശം, ഇതുമായി ബന്ധപ്പെട്ട സന്ദേശമാണ് ദൈവം തരിക. ദുഷ്ടത ഭാര്യയുടെ രൂപം കെടുത്തും, അവളുടെ മുഖം കരടിയുടേതുപോലെ ഇരുളും, അവളെ സ്വീകരിക്കുന്നത് തേളിനെ പിടിക്കുന്നത് പോലെയാണ്. ഈ രണ്ട് വചനങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ വലിയ ഒരു സന്ദേശമാണ് ദൈവം അവിടെ തരിക. ഭാര്യമാരെ, നിങ്ങൾ കരടിയെപ്പോലെ ആകരുത്. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? ദുഷ്ടത നമ്മെ പിടികൂടുമ്പോൾ, ദുഷ്ടത നമ്മൾ നനയ്ക്കുമ്പോൾ, ദുഷ്ടരായി മാറുമ്പോൾ നമ്മുടെ മുഖം പോലും കരടിയുടേതുപോലെ ഇരുണ്ടു പോകാൻ സാധ്യതയുണ്ടെന്ന്. ഉൽപ്പത്തി 4-5 വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കായേൻ ആബേലിനെതിരെ പാപം ചെയ്തു. ഒരു കൊലപാതകത്തിലേക്ക് പോലും അവൻ പോകുന്നത് കാണാൻ പറ്റും. അവിടെ സംഭവിച്ചൊരു കാര്യം, പാപം ചെയ്തപ്പോൾ കായേൻ്റെ മുഖം കറുത്തു. ഒരു വിദേശ രാജ്യത്താണ് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഭർത്താവിൻ്റെ ഒരു പ്രത്യേകത, പുള്ളി മദ്യത്തിന് അഡിക്റ്റാണ്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, പ്രശ്നങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഭാര്യ ധ്യാനം കൂടാൻ വന്ന് ഭാര്യ ക്ഷണിച്ചു വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട്. ഭർത്താവിനെയും കണ്ട് പ്രാർത്ഥിക്കാമല്ലോ. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവ് പുള്ളി 2 വിട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, അച്ഛാ എൻ്റെ ഭാര്യ, അവളുടെ പേര് മോളി, അച്ഛൻ കണ്ടോ, ഫിഷ് മോളി പോലെ ആയിരിക്കണേ, കണ്ടാൽ എന്തൊരു സൗന്ദര്യം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, അച്ഛൻ വേണേൽ ഇവളെ കൊണ്ടുക്കോ, എന്നാൽ പിന്നെ എനിക്കിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാമല്ലോ. പ്രിയപ്പെട്ടവർ, ശരിക്കും ബാഹ്യമായ സൗന്ദര്യത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് ആന്തരിക വ്യക്തിത്വം, അതുപോലെ തന്നെ സ്വഭാവത്തിൻ്റെ സവിശേഷത. ഇന്ന് പുള്ളി കള്ളിൻ്റെ പുറത്ത് പറഞ്ഞതാണെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഭാര്യമാർക്ക് പ്രധാനപ്പെട്ടത് ബാഹ്യമായ സൗന്ദര്യത്തെക്കാൾ ആന്തരികമായിട്ടുള്ള സൗന്ദര്യവും ആന്തരികമായിട്ടുള്ള വ്യക്തിത്വവും. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഏതാനും കാര്യങ്ങൾ ഇന്ന് ചിന്തിക്കുന്നത്, ഭാര്യയുടെ സൗന്ദര്യം കെടുത്തുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഏതാനും കാര്യങ്ങൾ നമുക്കെടുക്കാം. ആദ്യമായിട്ട് തന്നെ നമ്മൾ കണ്ടൊരു കാര്യമാണ് ദുഷ്ടത. പ്രഭാഷകൻ 25:23 വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദുഷ്ടയായ ഭാര്യ ഇടിഞ്ഞ മനസ്സിനും മ്ലാനമുഖത്തിനും വ്രണിത ഹൃദയത്തിനും കാരണമാണ്. 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിടിയാൻ, മുഖം മ്ലാനമാകാൻ, ഹൃദയം മുറിവേക്കാൻ, വ്രണിത ഹൃദയം. ഈ 3 കാര്യത്തിനും ദുഷ്ടയായ ഭാര്യ കാരണമായി മാറാം. തുടർന്ന് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഭർത്താവിനെ പ്രീതിപ്പെടുത്താത്ത ഭാര്യ ഭർത്താവിൻ്റെ കൈകൾക്ക് തളർച്ചയും കാലുകൾക്ക് ദൗർബല്യവും വരുത്തുന്നു. ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന ഭാര്യ മൂലം ഭർത്താവിനുണ്ടാകാവുന്ന അവസ്ഥകളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കാണുന്നുണ്ട്, ബൈബിളിലൂടെ കടന്നു പോകുമ്പോഴാണേലും ഒരു സ്ത്രീ മൂലം പാപം തുടങ്ങി വെച്ചു, മറ്റൊരു സ്ത്രീ മൂലം അതിന് പരിഹാരം ഉണ്ടായി, രക്ഷകനെ ഈ ലോകത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. സ്ത്രീകളെന്ന നിലയ്ക്ക് ഈ 2 ഗണത്തിൽ ഏത് ഗണത്തിൽ വേണേലും നിങ്ങൾക്ക് പെടാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുഷ്ടത നനയ്ക്കുന്നവരോ ഹൃദയത്തിൽ ദുഷ്ടത വെച്ച് പുലർത്തുന്നവരോ ആകരുത്. നന്മ നിറച്ച് ആ നന്മയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. രണ്ടാമതൊരു കാര്യം കൂടി നമ്മൾ കാണുന്നുണ്ട്, ഭാര്യയുടെ സൗന്ദര്യം കെടുത്തുന്ന കാര്യമായിട്ട് നമ്മൾ കാണേണ്ടതാണ് കലഹപ്രിയം. ഇത് ചിലരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചൊറിയുന്ന രീതിയിൽ സംസാരിച്ച് പെരുമാറി ബാക്കിയുള്ളവരുടെ സ്വസ്ഥത സമാധാനം കെടുത്തുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. സുഭാഷിതങ്ങൾ 19:13 വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ചാറ്റൽ മഴ പോലെയാണ് കലഹപ്രിയമുള്ള ഭാര്യ. അത് അത്ര രസമുള്ള കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലാവും. ചിലർ പിന്നെ കാര്യം പറയും, കുറ്റപ്പെടുത്തലാണേലും കുറ്റപ്പെടുത്തും, അതിനുശേഷം അവിടെ കൊണ്ട് തീർക്കും. വേറെ ചിലർക്ക് അങ്ങനെ തീർക്കാൻ പറ്റില്ല. വേണേ ഉറങ്ങാൻ പോയ വ്യക്തിയെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അവരെ ഒന്നുകൂടെ കുറ്റം പറഞ്ഞിട്ട് ഇനി വേണമെങ്കിൽ കടന്നോളാൻ പറയും. അതുകൊണ്ടാണ് ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ചാറ്റൽ മഴ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനോടാണ് കലഹപ്രിയയായ ഭാര്യയെ ഉപമിച്ചിരിക്കുന്നത്. മറ്റൊന്നാണ് ദുർനടത്തം, വേശ്യാവൃത്തി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭാര്യയുടെ സൗന്ദര്യം കെടുത്തുന്ന കാര്യങ്ങളാണ്. ദുർനടത്തം, വേശ്യാവൃത്തി. സുഭാഷിതങ്ങൾ 22:14 വായിക്കുമ്പോൾ
ദുഷ്ചരിതയായ സ്ത്രീയുടെ വായ അഗാധ ഗർഭമാണ്. ദുർനടത്തം, ദുഷ്ചരിത, അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രഭാഷകൻ 26:22 എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, വേശ്യ തുപ്പലിനേക്കാൾ വിലകെട്ടതാണ്. പറയുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സൗന്ദര്യം കെടുത്തും നമ്മുടെ വില നഷ്ടപ്പെടുന്നതിന് ഇടവരുത്തും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. മറ്റൊന്നാണ് അസൂയ, കോപം, ഉത്കണ്ഠ. ഒരുപാട് വ്യക്തികളെ പിടികൂടുന്നത് സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരുടെ ഇടയിലും നമുക്ക് കാണാൻ പറ്റും. അസൂയ, കോപം, ഉത്കണ്ഠ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും സംഭവിക്കാവുന്ന ഒരു കാര്യം വചനം പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 30:24. ഇതൊക്കെ നമ്മുടെ ആയുസ് പോലും വെട്ടിച്ചുരുക്കുന്ന കാര്യങ്ങളായിട്ടാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അതിന് നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊന്നാണ് വൃത്തിയില്ലായ്മ, ക്ലെൻലിനെസ് ഇല്ലാത്ത ഭാര്യമാരെ നമ്മൾ കണ്ടെന്ന് വരും. ഭർത്താവ് ആ കാര്യത്തിൽ അശ്രദ്ധനാണെങ്കിൽ പോലും ഭാര്യയെ നിങ്ങൾ ശ്രദ്ധിക്കുന്നെങ്കിൽ ആ വീടും പരിസരവും ഒക്കെ ക്ലീനായിട്ട് കിടക്കും. നിങ്ങൾ താമസിക്കുന്ന മുറി, നിങ്ങളുടെ ബെഡ്റൂം, അതൊക്കെ ക്ലീനായിട്ട് സൂക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അവസാനമായിട്ട് നമുക്ക് എടുക്കാവുന്നൊരു കാര്യമാണ് ക്ഷമയില്ലായ്മ. ഭർത്താവ് അക്ഷമനാണെങ്കിൽ പോലും ഭാര്യയെ ക്ഷമയുള്ള വ്യക്തിയാണെങ്കിൽ ആ ഭർത്താവിനെ ആ വഴിയെ നിനക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് തിരിച്ചറിയണം. 2 പത്രോസ് 3:9 പറയുന്നുണ്ട് ദൈവത്തെക്കുറിച്ച്, ക്ഷമാശീലനായ ദൈവം. ആ ദൈവത്തിൻ്റെ സ്വഭാവം പങ്കിടേണ്ടവരാണ് ദമ്പതിമാർ. ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും ആ ഒരു കാര്യം നമ്മൾ ഏറ്റെടുക്കണം. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് തിരുത്തേണ്ടത് തിരുത്തുവാൻ വേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാജപത്തിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് ഒരു കോമൺ നിയോഗമായിട്ട് വെക്കുന്നത് അഹങ്കാരം വേരുറപ്പിച്ച ഭാര്യമാരുടെ മാനസാന്തരം. സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ച നല്ല ദൈവമേ, എല്ലാ ദമ്പതിമാരെയും അവരുടെ കുടുംബത്തെയും ഞങ്ങളങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. പുരുഷന് ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും മക്കളെയും ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന എല്ലാ സുഖദുഃഖങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. വിവാഹത്തെ വിരൂപമാക്കുന്ന സ്വാർത്ഥതയും അസൂയയും അശുദ്ധിയും അഹങ്കാരവും വെടിഞ്ഞ് വചനത്തിലും സ്നേഹത്തിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനയും പരിത്യാഗവും വിശുദ്ധിയും വിശ്വസ്തതയും ശാന്തിയും സമാധാനവും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മുഖമുദ്രയാക്കണമേ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അതിലൂടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാകാനും അങ്ങയോട് ചേർന്ന് മുപ്പിരിച്ചരടാകാനും എല്ലാ ദമ്പതിമാരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മുടെ ഇന്നത്തെ എല്ലാ അവസ്ഥകളും ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഏറ്റെടുത്ത് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ലോകം മുഴുവനെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.